ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നതാ റമദാൻ 12 നോമ്പ് 12 അപ്പം ഇന്ന് മൊറയുടെ വീട്ടിൽ നോമ്പ് തുറവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട് കേട്ടോ. 10:10 നമുക്ക് കച്ചേരി പിടിക്കുന്ന ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് പോയാൽ നേരെ മൊറയുടെ വീട്ടിൻ്റെ മുമ്പിലിറങ്ങും കേട്ടോ. അപ്പം അതിന് വേണ്ടി പോകാൻ തയ്യാറായിരിക്കുകയാണ്. വൈകുന്നേരം വരും. അപ്പം ചെറിയ രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളൊരു ചെറിയ നോമ്പ് തുറയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ അൻഷും ചോദിച്ചൊക്കെ ഡ്രസ്സ് ചേഞ്ച് റെഡി ആയിട്ടുണ്ട്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി നമ്മളിത് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം എന്തായാലും വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വീട്ടിൽ വീട്ടിലെത്തി മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അപ്പോഴേക്കിതാ അവരെ പരിപാടികളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഉള്ളി സംഭവങ്ങളൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കായം കൂട്ടിയിട്ടുണ്ട്. ബീഫ് ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മുന്തിരി ജ്യൂസ് ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടോ. ഇനി അടുപ്പിൽ നിന്ന് വാങ്ങിക്കും. അടുപ്പത്തു നിന്ന് ആകുമ്പോൾ പെട്ടെന്ന് തിളക്കുക പറഞ്ഞിട്ട് അങ്ങനെ പൊരിക്കടി ചാക്കാനുള്ള സമൂസ കട്ട്ലേറ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഏകദേശം ബീഫ് ഇതാ മുന്തിരി ജ്യൂസ് വാങ്ങിയ ശേഷം അടുപ്പിൽ തന്നെ ബീഫിനും ഇത് വെച്ചു കേട്ടോ. അപ്പോൾ അതാ ബീഫൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അടുപ്പിലാവുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ അതാ തേങ്ങ ചിരകുണ്ട്. അതായത് തരിക്കഞ്ഞിയും പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാനുള്ള സംഭവവും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ. അതുപോലെ തന്നെ കട്ട്ലറ്റൊക്കെ ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് ഇതാ കട്ടാക്കി കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിച്ച് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാനുള്ള നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്നര വേവ് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യൂലല്ലോ ഉന്നക്കായം. അത് അത്യാവശ്യം കുറച്ച് പഴുത്ത പഴമാണ്. പിന്നെ ഇതാ ഉന്നക്കായൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ സമൂസ കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉന്നക്കായ്ക്കുള്ള തേങ്ങയും നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ടിട്ട് വറവിട്ട് എടുക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്നിട്ടേക്ക് പഞ്ചസാരക്കടയും. മുന്തിരി ജ്യൂസ് ഇതാ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ. അപ്പം ഉന്നക്കായ്ക്കുള്ള പഴത നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉടച്ചിട്ടെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ മിക്സീൻ്റെ ജാറിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പഴുപ്പ്, ചില പഴങ്ങൾ നല്ല പഴുപ്പുണ്ട്, അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പം ഇത് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുവിധം പണികളൊക്കെ ആക്കി വെച്ച ശേഷം സമയം 1 മണിയായിട്ടുണ്ട് കേട്ടോ. കിച്ചണൊക്കെ ഫുൾ ക്ലീനിങ്ങും ആദ്യം നമ്മൾ വരുമ്പോഴത്തേന് തന്നെ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഫ്രൂട്ട്സൊക്കെ കട്ടാക്കാണ്ട് അതൊക്കെ അതുപോലെ ഇവിടെ ടേബിളിൽ വെച്ചിരിക്കുക കേട്ടോ. അതൊക്കെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ആക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മച്ചി പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് സെറ്റായിട്ടുണ്ട്, ഉടച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസ കട്ട്ലേറ്റ് ഫില്ലിങ്സാണ്. പിന്നെ ഇത് എന്താ പറയുക, ഉന്നക്കായ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ, ഇഷുവിനും ചുച്ചുവിനുള്ള കഞ്ഞി സംഭവങ്ങൾ. ഇത് കുറച്ച് പാല് എക്സ്ട്രാ ഒന്നുകൂടെ വെള്ളം കൂട്ടി പിരിയേക്കില്ല, അതാണ്. പിന്നെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ചിക്കനാണ്. അത് പഴയ ബീഫ് കറി എന്തോ ആണ്. ഇത് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പത്തിരിക്കുള്ള ചിക്കൻ കറി. പിന്നെ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി വന്ന് 3:30 ആയപ്പോഴത്തേക്ക് ഉമ്മ പത്തിരി ചുടലൊക്കെ തുടങ്ങി, ചിക്കൻ ഫ്രൈ ആക്കാൻ തുടങ്ങി. പിന്നെ അനുവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. ജ്യൂസ് മുന്തിരിയുണ്ട്. പിന്നെ വത്തക്കയുടെ ജ്യൂസ് ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ സമൂസയുടെ ഫില്ലിങ്സ് ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി ചുടൽ കഴിഞ്ഞാൽ ഉമ്മച്ചിക്ക് പിന്നെ അത് എന്താ പറയുക, ഫ്രൈ ആക്കി എടുക്കുക. അപ്പം ബാക്കി പരിപാടികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇവിടെ നടക്കുന്നത്. അങ്ങനെ സമൂസ എല്ലാത്തും ഫില്ലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ആക്കണം. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ തന്നെ നെക്സ്റ്റ് പണി എന്താ പറയുക, കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ബൗട്ടിക്കിൻ്റെ വൈഫ് മുത്തു ഒരു താത്തേക്ക് വന്നിരുന്നു, മക്കളൊക്കെ ആയിട്ട്. ദിയമോളില്ല, ദിയമോൾക്ക് SLC എക്സാം ആയതുകൊണ്ട് അവൾ ലീവ് സൽക്കാരത്തിന് എവിടേക്കും ഒരു പരിപാടിക്കും പോകണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് നല്ല തീരുമാനമാണ്. കാരണം SLC എക്സാമൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിൻ്റ് അല്ലേ. അപ്പം അതിന് അത്രയും പ്രിപ്പറേഷൻ എടുക്കുന്നത് ബെറ്ററാണ്.
പിന്നെ ഇതാ കട്ട്ലേറ്റ് ഇങ്ങനെ റസ്ക് പൊടി ഓരിങ്ങനെ ഷേപ്പാക്കി തരുന്നുണ്ട്. ഞാനത് എഗ്ഗിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിലിട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഓരോരോ ഡ്യൂട്ടിയിലാട്ടോ. ഉമ്മച്ചി ഇതാ ഇവിടെ സമൂസ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് സമൂസ ഫ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ കട്ട്ലറ്റും വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതും അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ അങ്ങനെ ഒരു റൗണ്ട് പൊരിച്ച് കോരിയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം ഉന്നക്കായ ഉണ്ടാക്കാൻ നിൽക്കണം. ഏകദേശം ഇതാ നമ്മുടെ പരിപാടികളൊക്കെ ഫ്രൈ ആക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉന്നക്കായ എൻ്റെ ഇടയിൽ ഞാൻ ഒരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് വാർന്ന ശേഷമാണ് നമ്മൾ ഇതാ ഇങ്ങനെ പാത്രത്തേക്ക് ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സമൂസ ഫ്രൈയും ഉന്നക്കായുടെ ഫ്രൈയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉന്നക്കായ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കട്ട്ലറ്റ് പിന്നെ ഫ്രൈ ചെയ്തത് കേട്ടോ. കാരണം പിന്നെ ഉന്നക്കായൻ്റെ എണ്ണ അവിടെ അതുപോലെ വേസ്റ്റ് ആവില്ലെന്ന് വെച്ചിട്ട് കട്ട്ലറ്റ് മൂന്നാമതാണ് ഫ്രൈ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വത്തക്ക എന്താ പറയുക കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജ്യൂസിക്കുള്ള വേണം. പിന്നെ അതുപോലെ തന്നെ ടേബിളിൽ ഫ്രൂട്ട്സിൻ്റെ കട്ട് ആ കൂട്ടത്തിൽ വെക്കാനുള്ള വത്തക്കയും വേണം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൂട്ട്സിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജ്യൂസിക്ക് വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം ഓൾമോസ്റ്റ് ഇതാ കട്ട്ലേറ്റ് ഇവിടെ പൊരിച്ച് ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. ഇട്ടതൊക്കെ അങ്ങനെ ടേബിൾ മുക്ക് വെക്കണമുണ്ട്. സമയം 5:45 ആയപ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞൊക്കെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ടേബിൾക്കുള്ള ഒക്കെ ഓരോ പാത്രത്തിലാക്കിയിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കട്ട്ലറ്റ്, സമൂസ, ഉന്നക്കായ ഇതെല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഫ്രൂട്ട്സുകളായിട്ടുള്ള എല്ലാതും കട്ടാക്കി ഈത്തപ്പഴം ഇതൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ വത്തക്കയുടെ ജ്യൂസാണ്. അപ്പം വലിയ റെഡായി തോന്നണില്ല. പിന്നെ പത്തിരി, ബീഫ്, ചിക്കൻ പൊരിച്ചത്, നമ്മൾ ചിക്കൻ കറി ഇതൊക്കെ റെഡിയാണ്. പിന്നെ എല്ലാ മക്കളും ഇവിടെ റെഡിയായി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജൂജു വാക്ക് തുറന്നോന് ടേബിളിൽ കട്ടാക്കിയിട്ടുള്ള മുന്തിരി എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളെ കുട്ടിക്കാലത്തുള്ള ആ ഒരു എന്താ പറയുക നോമ്പ് തുറൻ്റെ വിശേഷമൊക്കെ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. വലിയ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര എന്താ പറയുക രസമുള്ള പരിപാടികളായിരുന്നു. ഇന്നൊക്കെ അതൊക്കെ ശരിക്കും ഒക്കെ ഇല്ല എന്ന് തന്നെ അറിയാം. പിന്നെ ഇതാ ടേബിളും ചെയർ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റാഷിക്കൊക്കെ വീഡിയോ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ പോർഷൻസൊക്കെ ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ നല്ല രസമാണ്. എല്ലാ മക്കളും എത്തിയിട്ടുണ്ട്. അപ്പം എളാപ്പൻ്റെ മോളും ബൗട്ടിക്കാക്കൻ്റെ വൈഫ് വരെയൊക്കെയാണ്. ഇതെൻ്റെ എളാപ്പൻ്റെ മോളാണ്. അപ്പം എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ മുന്തിരി ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ പുറത്തെടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കാരണം അത്രയും കുറുകിയാക്കിയിട്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി. അപ്പം പിന്നെ ഇതാ ഫ്രൂട്ട്സുകളൊക്കെ ഓരോ പാത്രത്തിൽ നിന്നും സെറ്റാക്കി വെച്ചതിൻ്റെ ഇടയിൽ റാഷി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് എടുക്കാൻ കുറച്ച് പോർഷനേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എല്ലാവിധ സംഭവങ്ങളും ടേബിളിൽ വെച്ചു. പിന്നെ ഇതാ ബിരിയാണി റെഡിയാക്കി എടുത്തത് ദമ്മെന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് സംഭവങ്ങൾ, എണ്ണക്കടികൾ ഇതൊക്കെ പുറത്തെ മേശമൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇതാ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 3 അതായത് 8 24 ആൾക്ക് മുറ്റത്തിരിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് പുറത്ത്. പിന്നെ ഇത് പെണ്ണുങ്ങൾക്ക് നമുക്ക് ഡൈനിങ് ഹാളിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇതാ കുട്ടികളും പിന്നെ വലിയവരൊക്കെ ഇതാ ഈ ഒരു ആണുങ്ങളെല്ലാവരും കൂടെ ഇവിടെ പോയിട്ട് കുട്ടികൾ ഈ ടേബിളിന്മേൽ ഇട്ടു. പിന്നെ റെജിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ആ കാണുന്നത്. അപ്പം ഓരോ വീട്ടിൽ നിന്നും കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നോളൂ. സീതു പിന്നെ അവരൊക്കെ ഉണ്ട് കേട്ടോ, മുന്നാസ്. പിന്നെ അതാ 6:30 ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ളതാണ്. അപ്പം എല്ലാവരും എത്തി. നമ്മൾ ക്ഷണിച്ചവരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അതാ നോമ്പിൻ്റെ ബാങ്ക് കൊടുത്ത് അടുത്ത് തന്നെയാണല്ലോ പള്ളി. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് നമ്മളിതാ നോമ്പ് തുറക്കുകയാണ്. പിന്നെ നോമ്പ് തുറ കഴിഞ്ഞ് ഫ്രൂട്ട്സും ഇതൊക്കെ സ്നാക്സൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ നിസ്കരിച്ച് പള്ളിക്കൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ബീഫ് ബിരിയാണി ഉണ്ട്, ബീഫ് വരട്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പത്തിരിയുണ്ട്, ചിക്കൻ കറിയും. അപ്പം ഇതെല്ലാം ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാർ, തൈര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഫുഡ് കഴിക്കാൻ അവർ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ സെറ്റാക്കി വെച്ച ശേഷം പിന്നെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കണം. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ എത്തിയത് ഓർമ്മയുള്ളൂ. പിന്നെ ഓരോ പണിയായി തിരക്കായി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ടാക്കി. പിന്നെ ഇതാ അനു ഓരോ ഫാദറിൻ്റെ ഓരോ കൂടെ പോവുകയാണ്. അവൾ നോമ്പിൻ്റെ പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ആക്കി വെച്ച ശേഷം പിന്നെ ഞാനും റജിയൊക്കെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മൊറയൊരു വീട്ടിലെ നോമ്പുതുറ വിശേഷങ്ങൾ കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ.